കേരളത്തിലെ കോൺഗ്രസോ CPM ഒരു പാർട്ടിയും ശബരിമല കൊള്ള നടത്താൻ പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെയല്ല. അവരുടെ ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞു, താങ്കൾ ഒരു വകുപ്പ് ഭരിക്കുമ്പോൾ ആ വകുപ്പിനകത്തുള്ള പ്രശ്നങ്ങളുടെ എല്ലാം, അല്ലെ പ്രശ്നങ്ങളാണെങ്കിലും നല്ലതാണെങ്കിലും അതിന് ഉത്തരവാദിത്വം താങ്കൾ ഏറ്റെടുക്കുന്നു, താങ്കളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അങ്ങനെയാണെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ റെസ്പോൺസിബിലിറ്റിയിലല്ലേ ഈ കാര്യങ്ങൾ? ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല? അല്ല, അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ഉണ്ടല്ലേ അവർ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത്. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കടകംപള്ളി സുരേന്ദ്രനെ ഒരിക്കൽ കൂടെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ കണ്ടു. കാരണം അദ്ദേഹത്തെ കുറച്ച് പടങ്ങളൊക്കെ വന്നതാണ് കാരണം, ചിത്രങ്ങൾ 3 വന്നു, അതാണ് കാരണം. അദ്ദേഹം ഹാജരായി പറഞ്ഞു, അത് അവർ തീരുമാനിക്കട്ടെ, അന്വേഷണ സംഘം തീരുമാനിക്കട്ടെ. അതെ, ആ നടപടി. പിന്നെ ആരോപണങ്ങളൊന്നും വരില്ല. മനസ്സിലായി. പക്ഷേ ആ സർക്കാർ അത് കണ്ടെത്തിയില്ല. ഇതിപ്പോൾ ഹൈക്കോടതി മറ്റൊരു സംഭവത്തിൽ കണ്ടെത്തുകയും പിന്നെ അന്വേഷിക്കുകയുമാണ് ചെയ്തത്. പെട്ടെന്ന് കയറി SIT വെച്ചതല്ലേ. അതെ, വെച്ചില്ലായിരുന്നെങ്കിൽ സർക്കാർ എന്ത് ചെയ്യുമായിരുന്നുള്ളത് ഊഹിച്ച് പറയാനൊക്കത്തില്ല. എന്തെങ്കിലും അന്വേഷിക്കാതിരിക്കില്ലല്ലോ. അല്ല, സർക്കാർ അറിഞ്ഞിട്ടേ ഇല്ല. ഇത് പുറത്തേക്ക് കൊണ്ടുപോയതും ശബരിമലയിൽ നിന്ന് താഴെ കൊണ്ടുപോയതും സ്വർണം പൂശിയതുമായ ഒരു കാര്യവും സർക്കാർ, ഈ സംവിധാനം അറിഞ്ഞിട്ടില്ല. കാരണം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സർക്കാരിനെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അവിടെ എന്ത് നടന്നാലും അറിയാമെന്ന് ആർക്കാ? അവിടുത്തെ തന്ത്രിക്കും അവിടുത്തെ ശാന്തിക്കുമാണ്. മേൽശാന്തിക്ക് അറിയാം, അതൊന്നും നടക്കത്തില്ല അവരറിയാതെ. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം അറിയാം, ഒരൊറ്റയാൾ അറിയാതെ നടക്കത്തില്ല. മന്ത്രി അറിയണമെന്നില്ല. എന്നാൽ മന്ത്രിയെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ദേവസ്വം കമ്മീഷനുണ്ട്. അതിനാണ് ദേവസ്വം കമ്മീഷൻ വെച്ചേക്കുന്നത്. ദേവസ്വം വകുപ്പിന് സെക്രട്ടറി ഉണ്ട്, പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട്, IAS ഓഫീസറായിരിക്കും. ദേവസ്വം കമ്മീഷനുണ്ട്. ഈ കമ്മീഷനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുകയാണ് വാസുവിനെ. ഈ കമ്മീഷനാണ് അറിയിക്കേണ്ട ഓരോ സമയത്ത്. അയാൾക്കിതറിയാം, അയാൾ ശബരിമലത്തിൽ ക്യാമ്പ് ചെയ്യേണ്ട ആളാണ്. ഇതിപ്പോൾ നമ്മുടെ ചർച്ചകളിലെല്ലാം കൺഫ്യൂഷനാണ്. ഒരു കാര്യമില്ല, കുറ്റക്കാരായാലും ശിക്ഷിക്കപ്പെടണം. അപ്പോൾ 2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഒന്ന്, തന്ത്രി ഉൾപ്പെടുന്ന ഒരു സംഘത്തിൻ്റെ ഇടപെടലില്ലാതെ ഇത് നടക്കില്ല. അറിവില്ലാതെ നടക്കത്തില്ല. ഇടപെട്ടോ ഇല്ലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അറിവില്ലാതെ എങ്ങനെ നടക്കുക? എല്ലാ ദിവസവും ശബരിമല ഇരിക്കുന്നതാണ്. ആ ക്ഷേത്രത്തിനകത്തല്ലേ താമസം. ഞാൻ പോയിട്ടുണ്ട്, അവരെന്നെ തന്ത്രിമാരെന്നെ വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ പുറകെ കൂടെ പോയി മുറി, വലിയ സൗകര്യമുള്ള മുറികളൊക്കെ ഉണ്ട് അവിടെ. അവിടെ വെച്ച് എനിക്ക് പായസവും ചായയൊക്കെ തന്നിട്ടുണ്ട്. മിക്കവാറും എല്ലാ ദിവസവും മന്ത്രിമാരെയും വിളിച്ചു കൊണ്ടുപോകും. മനസ്സിലായി. അപ്പോൾ അറിയാതെ എങ്ങനെ നടക്കും? അവിടുത്തെ പിയുണ്ടറിയാമല്ലോ. കാരണം ഈ വാതിലിൻ്റെ വന്ന് എല്ലാ ദിവസവും നോക്കത്തില്ലേ. ഇത് രാത്രിയിലെല്ലാം അടച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും നോക്കും. അത് കാവൽക്കാരുണ്ട് അവിടെ. ഇത് അറിയാതെ എങ്ങനെ നടക്കും? എന്തിനാണ് നമ്മൾ ഈ സംശയവും ഈ അറിയാതെ നടക്കത്തില്ല. അപ്പോൾ തന്ത്രിക്കറിയാം, സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഓരോ ജീവനക്കാർക്കും അറിയാമായിരിക്കണം, ഉദ്യോഗസ്ഥർ അറിയാമായിരിക്കണം, ദേവസ്വം കമ്മീഷണർക്ക് അറിയാമായിരിക്കണം. പക്ഷെ അപ്പോൾ മന്ത്രി മാത്രം അറിഞ്ഞില്ല എന്നാണ് താങ്കൾ. മന്ത്രി മാത്രം അറിയണമെങ്കിൽ മന്ത്രിയോട് പറയണം, അതിന് കമ്മീഷൻ പറയണം ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. അല്ല, എങ്ങനെ അറിയും? ഞാനാരും ഡിഫെൻഡ് ചെയ്യല്ല. മനസ്സിലായി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞില്ല എന്ന് ഭാവിക്കുകയാണോ എന്നൊക്കെയാണ് അന്വേഷിച്ചോണ്ടോ. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്നത് നിലവിൽ ഇപ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, അല്ലെങ്കിൽ സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി മാറാവുന്ന ഒരു ഘടകമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഏതൊരു പ്രശ്നവും കൈകാര്യം ചെയ്യുന്ന പറ്റിക്കും. സർക്കാർ നേരിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. സ്വർണം മോഷ്ടിച്ച കാര്യം സർക്കാർ അറിയണമെങ്കിൽ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യണം, അല്ലെ ദേവസ്വം സെക്രട്ടറി അത് അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യണം. ഇതൊന്നും ഉണ്ടായിട്ടില്ലെന്നല്ലേ പറയുന്നതെന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ. കടകംപള്ളി സുരേന്ദ്രനോട് അവർ പറഞ്ഞതെന്ന് എനിക്കങ്ങനെ അറിയാം. പറഞ്ഞിട്ടുണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ഒരു സഖാവല്ലേ, കണ്ടുപിടിക്കേണ്ട ഇവരുടെ ജോലിയാണ്. സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിനാണല്ലോ കേരളത്തിൽ നടക്കുന്നത്. അത് ശിവൻകുട്ടി അയാളുടെ ഭാഷ വേറെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അസംബ്ലി വേറെ പല പാട്ട് ശിവൻകുട്ടി പാടിയല്ലോ. ഈ പാട്ടിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് പാട്ട് പാടി അവസാനിപ്പിക്കേണ്ടതല്ല. അതീവ ഗുരുതരമായിട്ടുള്ള വലിയൊരു കൊള്ളയാണ്. ഞാൻ മിനിസ്റ്ററായിരിക്കുമ്പോൾ ഞാൻ അവിടെ പോയി, ഉത്സവമില്ലാത്ത സമയത്ത് ഒരിക്കൽ ഞാൻ പോയി. ഉത്സവമുള്ള സമയത്ത് പോകുമ്പോഴെന്നാൽ ചാക്കിനകത്ത് ഈ കിട്ടുന്ന പണവും സ്വർണവും എല്ലാം അതിനകത്ത് നിറച്ച് കെട്ടി അങ്ങോട്ട് കൊണ്ടുപോകുക. ഇവിടെയൊക്കെ അകത്തോട്ട് കൊണ്ടു, ഇവിടെ നിന്ന് ആർക്കും അറിയില്ല. ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അതാണ് അത് മാറ്റി, അത് അവിടെ പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് അപ്പോൾ തന്നെ എണ്ണി മാറ്റണം പറഞ്ഞു. പണം വേറെ, ആഭരണം വേറെ, സ്വർണം വേറെ, ഇതെല്ലാം പ്രത്യേകം അക്കൗണ്ട് ചെയ്തോണം. അങ്ങനെ അത് അവസാനിപ്പിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.